നിയമസഭയിൽ അടിയന്തര പ്രമേയം ആയുധമാക്കാൻ LDF. സർക്കാർ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ അടിയന്തര പ്രമേയ ചർച്ചകൾ ഉപയോഗിക്കുകയാണ് സർക്കാർ. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനാണ് മന്ത്രിമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. നിയമസഭയിലെ ചർച്ചകളിൽ നിലപാടുകൾ വ്യക്തമാക്കും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങൾ, ഇന്നത്തെ ദിവസവും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം എല്ലാം അനുവദിച്ച് സർക്കാർ യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു തന്ത്രം കൂടിയാണോ? തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പറയാനുള്ളത് മുഴുവൻ സഭയിൽ പറയാൻ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ ഉപയോഗിക്കാനാണോ ഭരണപക്ഷത്തിന്റെ തീരുമാനം? ഒരു പൂഴിക്കടകൻ. അരുൺകുമാർ, ഇത് രാഷ്ട്രീയ തന്ത്രമായി തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ 3 ദിവസം നിയമസഭയിലേക്ക് എത്തിച്ച അടിയന്തര പ്രമേയം, എല്ലാ അടിയന്തര പ്രമേയങ്ങളും സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവുകയായിരുന്നു. അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ്. കാരണം ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ സർക്കാരിന് പറയാനുള്ളത്, സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകളും കഴിഞ്ഞ കാലത്തെ വികസന നേട്ടങ്ങളടക്കം എത്തിക്കാനുള്ള ഒരു വഴിയായി തന്നെയാണ് നിയമസഭയെ കാണുന്നത്. സാധാരണ നിയമസഭാ സമ്മേളനങ്ങളിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയാൽ ചർച്ച ചെയ്യേണ്ട നോട്ടീസുകൾ പോലും ചർച്ച ചെയ്യാൻ അനുവാദം കൊടുക്കാറില്ല, അതിന് സർക്കാർ തയ്യാറാകാറില്ല. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ ഇനി ഒരു സെഷൻ കൂടെ മാത്രമേ നടക്കാനുള്ളൂ സഭാ സമ്മേളനം. അത് ബജറ്റ് സമയത്താണ്. അത് ഏതാണ്ട് ഫെബ്രുവരി മാസമായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പുള്ള ഈ നിയമസഭാ സമ്മേളനം, ഈ സഭാ സമ്മേളനത്തിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങൾ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ആ ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ തീർത്തും പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ വെട്ടിലാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് തുടർച്ചയായി ഉണ്ടാകുന്നത്. കാരണം പ്രതിപക്ഷം ഒരുപക്ഷെ ഇതിന് അവതരണാനുമതി ഉണ്ടാകില്ല എന്ന് കണക്കുകൂട്ടി സഭയിലേക്ക് എത്തുമ്പോൾ നേരെ മറിച്ച് മറ്റൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അവിടെ കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് തന്നെ വിമർശനം വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നും ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതും ഇനി ചർച്ചയ്ക്ക് എടുക്കുമോ എന്നാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 3 നോട്ടീസുകളും ചർച്ചയ്ക്കെടുത്തു. ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് നിയമസഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായി അടിയന്തര പ്രമേയ നോട്ടീസുകൾ സർക്കാർ ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാകില്ല. മാത്രവുമല്ല, അവിടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ്, വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് അവിടെ ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് LDFന്റെ ഒരു തീരുമാനമാണെന്ന് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം കൃത്യമായി മുഖ്യധാരാ മാധ്യമങ്ങൾ LDFന്റെ വാർത്തകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പുത്തൻ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് CPM നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.